ISL-ലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ ഇന്റർകാശിക്ക് സമനിലയോടെ തുടങ്ങേണ്ടി വന്നു. ഏകദേശം 80 മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ഒരു പെനാൽറ്റി ഗോളും വഴങ്ങി അവർ സമനില കൊണ്ട് തൃപ്തിപ്പെട്ടത്. കരുത്തരായ FC ഗോവയാണ് ISL-ലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിൽ ഇന്റർകാശി നേരിട്ടത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ മലയാളിയും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായ പ്രശാന്തിന്റെ ഗോളിലൂടെയാണ് ഇന്റർകാശി മുന്നിലെത്തുന്നത്. ഗോളിയുടെ തലയ്ക്ക് മുകളിലൂടെ കോരിയിട്ട ഒരു ബോൾ വലയിലേക്ക് കയറുമ്പോൾ ഇന്റർകാശിയുടെ ISL-ലെ ആദ്യത്തെ ഗോള് മലയാളി താരം കെ പ്രശാന്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടു. പിന്നീട് ഗോൾ വഴങ്ങാതെ ഇന്റർകാശി പിടിച്ചു നിന്ന് വിജയത്തിലേക്ക് കടക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ISL-ലെ തന്നെ ഏക വിദേശ ഗോൾ കീപ്പർ ലൂയിസ് ടാരസ് പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് ചെയ്ത ഒരു ഫൗളിനെ തുടർന്ന് റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി. ടെറസിന് പകരം ശുഭം ദാസ് ഗോൾ കീപ്പറായിട്ട് എത്തി ആ ഫൗളിന്റെ പേരിൽ കിട്ടിയ പെനാൽറ്റി ഡീജൻ റാസിച്ച് വലയിലാക്കി FC ഗോവയെ തോൽവിയിൽ നിന്നും രക്ഷിച്ചെടുത്തു. അങ്ങനെ 1-1 എന്ന നിലയിൽ കളി സമനിലയിൽ പിരിയുകയായിരുന്നു. ISL-ലെ ആദ്യ മത്സരത്തിനാണ് ഇറങ്ങിയതെങ്കിലും പരിഭ്രമമൊന്നും ഇല്ലാതെയാണ് ഇന്റർകാശി കളിച്ചത്. കരുത്തരായ FC ഗോവയെ പൂട്ടിയിടാൻ അവർക്കായി 1-2 മികച്ച നല്ല മുന്നേറ്റങ്ങളൊക്കെ ഇരു ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കുവച്ച മത്സരത്തിന്റെ സ്റ്റാറ്റ്സ് ഇങ്ങനെയാണ്. ബോൾ പൊസിഷൻ 56% FC ഗോവയ്ക്കും 44% ഇന്റർകാശിക്കും. 6 ഷോട്ടുകൾ ഗോവയുടെ വക, 4 ഇന്റർകാശിയുടെ വക. ഓൺ ടാർഗറ്റിലേക്ക് രണ്ട് ടീമുകളുടെയും 3 ഷോട്ടുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഒരു യെല്ലോ കാർഡ് FC ഗോവ കണ്ടപ്പോൾ 3 താരങ്ങൾ ഇന്റർകാശിക്ക് വേണ്ടി യെല്ലോ കാർഡ് കണ്ടു. ഇന്റർകാശിയുടെ ഒരു താരം റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി. 7 ഫൗളുകളാണ് FC ഗോവ കൺസിഡ് ചെയ്തത്. അതേസമയം 8 ഇന്റർകാശിയും കൺസിഡ് ചെയ്തു. അങ്ങനെ ISL ഉദ്ഘാടന മത്സരത്തിൽ FC ഗോവയുമായിട്ട് ഇന്റർകാശി 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്.